എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ സയോനെ, അതായത് നമ്മുടെ കുട്ടി സയനെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ്. ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് പേടിച്ചെഴുന്നേക്കുകയാണ് സയോൺ. സയോൺ നന്നായിട്ട് തലവേദനയൊക്കെ എടുക്കുന്നുണ്ട്. അവൻ കൈയും വേദനിക്കുന്നുണ്ട്. കയ്യിൽ എന്താ വെയിറ്റ് എന്ന് ചിന്തിച്ച് സൈഡിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ ഹീജു കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ തന്നെ ഹീജുവും എഴുന്നേൽക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം നോക്കി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. സയോൺ ബാത്റൂമിലെത്തി കുറേ പ്രാവശ്യം മുഖം കേൾക്കുന്നുണ്ടെങ്കിലും അവൻ ഇന്നലെ നടന്ന കാര്യം ഒന്നും തന്നെ ഓർമ്മ വരുന്നില്ല. ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ബോധം പോയി അവനെ കാറിലാക്കുന്നതും ഹീജു അവനെയും താങ്ങിക്കൊണ്ട് വരുന്ന അവർ രണ്ടുപേരും വീഴുന്നതും മാത്രമേ അവന് ഓർമ്മ വരുന്നുള്ളൂ. എത്ര തന്നെ ആലോചിച്ചിട്ടും അതിനുശേഷം എന്താ നടന്നതെന്ന് അവന് ഓർക്കാൻ പറ്റുന്നേയില്ല. അങ്ങനെ ദോജയുടെ മെസ്സേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി അവൻ ഫോണൊക്കെ നോക്കുമ്പോഴാണ് ഫോൺ ഓഫ് ആയതൊക്കെ കാണുന്നത്. അവൻ ഫോണൊക്കെ ചാർജറിട്ട് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിക്കാനിരിക്കുമ്പോൾ, നമ്മൾ ഇന്നലെ രാത്രി നിലത്താണോ കിടന്നത്, ഇനി അഥവാ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പറയണം എന്നൊക്കെ സയൻ പറഞ്ഞത് കേട്ട് ഹീജു എല്ലാ കാര്യവും ഞാൻ ഹോണസ്റ്റായിട്ട് പറയണോ എന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അവൾ നാണിക്കുന്നതൊക്കെ കണ്ട് സയൻ ഇവളെന്തായാലും നാണിക്കുന്നേ, ഞാൻ ഇനി എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ഓർത്ത് നിൽക്കുമ്പോഴാണ് സയൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. സാർ ഓക്കെ അല്ലേ? ഇന്നലെ മുതൽ ഞാൻ സാറ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറ് ഫോൺ ഓഫായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ടെൻഷനായിട്ട് ഇപ്പോൾ വിളിച്ചത്. സാറ് ടെസ്റ്റ് റിസൾട്ടൊക്കെ കണ്ടോ എന്നൊക്കെ പറയുന്നത് കേട്ട് സയൻ ഫോണിൽ മെസ്സേജൊക്കെ ചെക്ക് ചെയ്യുന്നു. ദോജയുടെ മെസ്സേജൊക്കെ വായിച്ച് ഇത്രയും നാൾ തന്നെ വിളിച്ചുകൊണ്ടിരുന്ന താൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന കിഡ്നാപ്പർ വേറെ ആരുമല്ല ഹീജു ആണ് എന്ന് സത്യം അറിഞ്ഞ് സയൻ ഷോക്കായി ബെഡിലൊക്കെ ഇരുന്ന് പോകുന്നു. അങ്ങനെ ദോജ സയനോട് കിഡ്നാപ്പർ ഫസ്റ്റ് മുതൽ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഹീജുവിനെ കിഡ്നാപ്പ് ചെയ്തതും അവരുടെ ഓഫീസിൽ ബോംബ് ചെയ്തതും ഹീജുവിൻ്റെ അച്ഛനെ കിഡ്നാപ്പ് ചെയ്തതും സയനെ വിളിക്കുന്ന ആ വ്യക്തിയല്ല എന്നും അതിന് പുറമെ വേറൊരാളും കൂടി ഉണ്ട്, സാറിനെ ആര് സാറ് വിളിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ദോജ ചോദിക്കുമ്പോൾ എനിക്ക് അത് നിന്നോട് ഇപ്പോൾ പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഈ കിഡ്നാപ്പറും ഈ 406ഉം തമ്മിലുള്ള ബന്ധം നമുക്ക് കണ്ടുപിടിക്കണം, ഇന്നലത് ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ സയാൻ ആകെ തകർന്നു പോകുന്നുണ്ട്. ഇത് കണ്ട് ദോജ പാനിക്കായി എന്ന് പറ്റി ഓക്കെ അല്ലേ സാർ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുവരെ ഞാൻ എല്ലാം കറക്റ്റായി ചെയ്യുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എല്ലാ സിറ്റുവേഷനും ഞാൻ പെർഫെക്റ്റായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെയായിരുന്നു എൻ്റെ വിശ്വാസം. എൻ്റെ മുന്നിൽ ഒരുപാട് ക്ലൂ ഉണ്ടായിരുന്നു, ഞാൻ അതെല്ലാം ഇഗ്നോർ ചെയ്തു. അല്ല, അതൊന്നും സത്യമാവില്ല എന്ന് ഞാൻ വിശ്വസിച്ചു എന്നും പറഞ്ഞ് ഹീജു ഓരോ പ്രാവശ്യം അവനെ വിളിച്ചതൊക്കെ ഓർക്കുകയാണ് അവൻ. ഹീജു അപ്പോൾ അവൻ്റെ മുന്നിലിരുന്ന് സംസാരിക്കുന്ന പോലെയൊക്കെ അവൻ തോന്നുകയാണ്. അങ്ങനെ ഹീജു സായന് സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വരുമ്പോൾ അവളേക്കാൾ മുന്നേ തന്നെ സയൻ അവിടെ എത്തിയിരുന്നു. അന്ന് പഠിക്കാനുള്ള ടോപ്പിക്കൊക്കെ ഹീജു കൊടുക്കുമ്പോൾ സയോൻ അവന് ആവശ്യമുള്ള വേർഡ്സൊക്കെ ഒരു പേപ്പറിൽ എഴുതി അവർക്ക് കൊടുക്കുകയാണ്. ഇതിനൊക്കെയുള്ള സൈൻ ലാംഗ്വേജ് എനിക്ക് കാണിച്ചു തരണം. കള്ളം, ദേഷ്യം, വെറുപ്പ്, തെറ്റിദ്ധാരണ, ക്ഷമിക്കുക എന്നൊക്കെ ആയിരുന്നു സയൻ എഴുതി കൊടുത്തിരുന്നത്. നീ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ ക്ഷമിച്ചു എന്നിങ്ങനെ സൈൻ ലാംഗ്വേജ് കാണിക്കാം എന്ന് സയോൻ ചോദിക്കുമ്പോൾ ഹീജു അതൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അവൾ അതിനുള്ള സൈനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ അതൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ ക്ഷമിക്കുക എന്ന് സൈൻ മാത്രം അത് ചെയ്യാൻ പറ്റുന്നില്ല. ക്ഷമിക്കുക എന്നത് അത്രയ്ക്ക് ഈസിയല്ല എന്ന് സൈൻ പറയുമ്പോൾ അത് അവളെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാവാതെ ഹീജു അവിടെ ഇരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇത്ര മതി എന്ന് പറഞ്ഞ് സൈൻ അവിടെ നിന്ന് പോകുന്നു. ഹീജുവിൻ്റെ ഫോണിലേക്ക് ഇനി മെസ്സേജ് അയക്കുന്നുണ്ട്. നീ എൻ്റെ മെസ്സേജിന് റിപ്ലൈ തന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും മെസ്സേജ് അയക്കുന്നത്, നമുക്ക് മീറ്റ് ചെയ്യാം. സയോൻ അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി ദേഷ്യത്തിൽ പോകുമ്പോൾ അവൻ്റെ ഫയലിൽ നിന്നും ഒരു പേപ്പർ നിലത്ത് വീഴുകയാണ്. അവൻ അത് എടുത്തു നോക്കുമ്പോൾ ഹീജു കൊടുത്ത സൈൻ ലാംഗ്വേജ് പഠിക്കാനുള്ള പേപ്പറായിരുന്നു അത്. ഇനി സയോൻ്റെ പാരൻസിനൊക്കെയാണ് കാണിക്കുന്നത്. സയോൻ്റെ അച്ഛൻ TV ഒക്കെ കണ്ടിരിക്കുമ്പോഴാണ് അവർ സ്റ്റാഫ് വന്നിട്ട് ഇനി ആ കൊറിയയിലെത്ത കാര്യമൊക്കെ പറയുന്നത്. സയോൻ്റെ അമ്മ ഒരു ഫോട്ടോ ഒക്കെ നോക്കി സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഒരു കുട്ടിയും അടുത്തൊരു പൂച്ചയും ഉള്ള ഫോട്ടോ ആയിരുന്നു അത്. കുട്ടിയുടെ മുഖമൊന്നും കാണിക്കുന്നില്ല. സയോൻ്റെ അച്ഛൻ അമ്മയുടെ അടുത്ത് എത്തി, ചെയർമാൻ്റെ മൂത്ത മകള് കൊറിയയിലെത്തിയിട്ടുണ്ട്, നീ അവളെ പെട്ടെന്ന് പോയി കാണണം, നീ കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കുടിക്കാൻ പാടില്ലേ, ഇന്ന് എന്ത് ദിവസമാണെന്ന് നിങ്ങൾ മറന്നുപോയോ, ഒരിക്കലും ഓർക്കാൻ പാടില്ലാത്ത ദിവസം എന്നായിരുന്നല്ലോ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത്. ഇതൊക്കെ കേട്ട് നീ എന്തൊക്കെയായി പറയുന്നത്, അന്ന് നീയും ഞാനും എന്താണ് അനുഭവിച്ചത് എന്ന് എനിക്കറിയാം, അന്ന് മുതലാണ് നമ്മൾ സ്വതന്ത്രരായത് എന്നും പറഞ്ഞ് സയോൻ്റെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നു. സയോൻ്റെ അമ്മ മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അവരുടെ അക്വാറിയത്തിലുള്ള മീനുകളെയൊക്കെ ആരോ കൊന്നിരുന്നു. ഇത് കണ്ട് സയോൻ്റെ അമ്മ ഒരു കുട്ടിയെ റൂമിലൊക്കെ ഇട്ട് പൂട്ടുന്നുണ്ട്. ആ കുട്ടി എന്നെ തുറന്നു വിട് എന്ന് പറഞ്ഞ് കുറേ വട്ടം കരയുന്നുണ്ടെങ്കിലും സയോൻ്റെ അമ്മ ഡോറൊന്നും തുറക്കാതെ പുറത്തിരുന്ന് കരയുകയാണ്. ഇതൊക്കെ ഓർത്തുകൊണ്ട് ആ ഫോട്ടോയും പിടിച്ച് അവൻ്റെ അമ്മ കരയുന്നുണ്ട്. ഹീജു ഇനയെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇനയെ കാണുമ്പോൾ അവർക്ക് ചെറുപ്പത്തിലെ ഒരു ഇൻസിഡൻ്റാണ് ഓർമ്മ വരുന്നത്. അവർക്ക് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷമുള്ള ഒരു ഇൻസിഡൻ്റൊക്കെ ആയിരുന്നു അത്. ഇന സങ്കടത്തോടെ പിയാനോ ഒക്കെ നോക്കിയിരിക്കുമ്പോൾ അവൾക്ക് വേണ്ടി സ്നാക്കും പാലും ഒക്കെ ആയി ഹീജു വരുന്നുണ്ട്. ഹീജുവിൻ്റെ കയ്യിൽ നിന്നും ആ ഗ്ലാസ്സൊക്കെ താഴെ വീണ് പൊട്ടിയിട്ടും ആ സൗണ്ടൊന്നും തന്നെ ഇന കേട്ടിട്ടില്ലായിരുന്നു. ഹീജു ഇനയുടെ അടുത്ത് എത്തുമ്പോൾ ഇന തിരിഞ്ഞു നോക്കി, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചിരിച്ചുകൊണ്ട് ചോദിച്ച് ഓരോന്നും പറഞ്ഞ് അവിടെ നിന്ന് നടക്കുകയാണ്. നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് തവണ ഇവിടെ വരാറുണ്ടായിരുന്നു, നിനക്കിതൊക്കെ ഓർമ്മയുണ്ടോ, നിനക്ക് ഇഷ്ടപ്പെട്ട മെർമെയ്ഡ് ഷോ തുടങ്ങാനായി എന്നൊക്കെ പറഞ്ഞ് അവർ നടക്കുകയാണ്. ഞാനിങ്ങനെ സംസാരിക്കുന്നതൊക്കെ നിനക്ക് അത്ഭുതമായിരിക്കുമല്ലേ, എൻ്റെ സർജറി സക്സസ് ആയി നടന്നു. ചെറുപ്പത്തിൽ ഒരുപാട് പേര് എന്നെ കേൾവി ശക്തി റെഡിയാക്കാൻ നോക്കിയിരുന്നെങ്കിലും അതൊന്നും നടന്നിട്ടില്ലായിരുന്നല്ലോ, ഇനി നീ സംസാരിക്കാതിരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇന പറയുമ്പോഴാണ് അവൾക്ക് സംസാരിക്കാൻ പറ്റും എന്ന കാര്യം എനിക്ക് അറിയാം എന്ന ഹീജു അറിയുന്നത്.
ഇതറിഞ്ഞ് ഹീജു അവിടുന്ന് ദേഷ്യം പിടിച്ച് ഇറങ്ങി പോകുമ്പോൾ ഇനി അവളുടെ അടുത്ത് വന്ന് സോറിയൊക്കെ പറഞ്ഞ് ഞാൻ നിന്നോട് ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ കൂടെ സഫർ ചെയ്യാൻ എനിക്ക് ഒരാളും കൂടി വേണമായിരുന്നു എന്നൊക്കെ ഇന്നെ പറയുന്നത് കേട്ട് ഹീജു സൈൻ ലാംഗ്വേജിൽ എന്നോട് നന്നായിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ഓക്കെ ആയി എന്ന് വെച്ച് എനിക്ക് സംസാരിക്കാൻ അനുവാദം തരികയാണ് നീ. ഇനി എൻ്റെ ലൈഫിൽ ഇടപെടാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. നിനക്കിപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്നാലും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഈ മെർമെയ്ഡ് ഷോ അതെനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് ഹീജു അവിടെ നടന്നു പോകുന്നു. ഇര ആളെ വീണ്ടും വിളിക്കുന്നുണ്ടെങ്കിലും ഹീജു കോളൊന്ന് മാറ്റേണ്ട ചെയ്യാതെ കട്ട് ചെയ്ത് വിടുകയാണ്. ഹീജു കോൾ എടുക്കാത്തതിനാൽ ഇനി അവൾക്ക് മെസ്സേജ് അയക്കുകയാണ്. എനിക്ക് ഇതിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നിനക്ക് സയ നന്നായിട്ട് അറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് വായിച്ച് ഹീജു നന്നായിട്ട് ഷോക്കാവുന്നുണ്ട്. അങ്ങനെ അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആ മെസ്സേജൊക്കെ അവൾ ഓർക്കുകയാണ്. മാരേജിന് തലേന്ന് ഞാൻ പോകുമ്പോൾ ഞാൻ നിന്നെ സയോന് ഇട്ട് കൊടുത്തതൊന്നുമല്ല. എന്നെ വിടണമെങ്കിൽ നീ അവനെ മാരേജ് ചെയ്യണമെന്ന് സയോൻ തന്നെയാണ് പറഞ്ഞത്. അവന് നമ്മുടെ ഫാമിലിയുടെ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യണമായിരുന്നു എന്നൊക്കെയായിരുന്നു ഇതിന് മെസ്സേജ് അയച്ചിരുന്നത്. ഹീജു വീട്ടിലില്ലാത്ത തക്കം നോക്കി സയോൻ അവളുടെ റൂമൊക്കെ ചെക്ക് ചെയ്യുകയാണ്. അവൻ ഓരോ സ്ഥലം നോക്കുന്നുണ്ടെങ്കിലും അവന് ഫോണൊന്നും കിട്ടുന്നില്ല. അങ്ങനെ അവൻ ചെക്ക് ചെയ്യുന്ന ടൈമിലാണ് ഹീജു വന്ന് അവൻ്റെ കൈക്കൊക്കെ പിടിക്കുന്നത്. എന്തെങ്കിലും എക്സ്ക്യൂസ് പറയാൻ വേണ്ടി എൻ്റെ ഫോൺ കാണുന്നില്ല, ഞാനത് തപ്പുകയായിരുന്നു എന്ന് സയോൻ പറയുമ്പോൾ ഇവൻ എന്തിനാ അവൻ്റെ ഫോൺ എൻ്റെ റൂമിൽ തിരയുന്നത് എന്ന് ആലോചിച്ച് ഹീജു സയോൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുകയാണ്. അത് പുറത്ത് നിന്ന് റിങ് ചെയ്യുന്നത് ഹീജു അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നോർത്ത് നിൽക്കുമ്പോഴാണ് സയോൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ അവിടെ ഇരുന്ന കവറിൽ നിന്നും പുറത്തേക്ക് നിൽക്കുന്ന ഒരു ഡ്രസ്സ് എടുക്കുകയാണ്. അന്ന് ഹീജുവിൻ്റെ അമ്മ സയോനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രസ്സ് കൊടുത്തില്ലായിരുന്നു, അതാണിത്. ഇതെന്താ എന്ന് സയോൻ ചോദിക്കുമ്പോൾ ആകെ പെട്ട് നിൽക്കുന്ന ഹീജുവിനെ കണ്ട് ഓ ഹീജുവിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണല്ലേ എന്ന് പറയുന്നത് കേട്ട് ഹീജു അത് വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിലും സയോൻ അത് അവൾക്ക് കൊടുക്കാതെ അവളെ എടുത്ത് കളിപ്പിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ മേൽ പിരിവലി കൂടി അവർ രണ്ടുപേരും കൂടി അങ്ങനെ സയോൻ്റെ മുകളിലേക്ക് ഹീജു വീണ് കിടക്കുമ്പോൾ ഹീജുവിൻ്റെ ചുണ്ടുകൾ കാണുമ്പോഴാണ് ഇന്നലെ അവർ കിസ് ചെയ്ത കാര്യമൊക്കെ സയോന് ഓർമ്മ വരുന്നത്. അത് സത്യമാണോ അല്ലേ എന്നുള്ള ഡൗട്ടിൽ സയോൻ അവളെ നോക്കുമ്പോൾ അവളുടെ മുഖത്തുള്ള നാണവും കൂടി കണ്ട് സയോൻ പെട്ടെന്ന് തന്നെ അവളെ മാറ്റി അവിടെ നിന്ന് പോവുകയാണ്. ഒന്ന് കൂളാവാൻ വേണ്ടി പുറത്ത് നടക്കാനൊക്കെ ഇറങ്ങിയതായിരുന്നു സയോൻ. ഇങ്ങനെ നടന്നിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവൻ ഓടി ഒരു സ്ഥലത്തേക്കൊക്കെ എത്തുന്നു. കൃത്യം 10 മണിയൊക്കെ ആയപ്പോൾ സയോന് കിഡ്നാപ്പറിൻ്റെ കോൾ വരികയാണ്. കോൾ അറ്റൻഡ് ചെയ്ത പാടെ സയോൻ ഞാൻ ഇന്ന് ഫുള്ളും നിന്നെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. നമ്മൾ ഡെയിലി ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പരസ്പരം അറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ പരസ്പരം ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിനുള്ള ആൻസർ നൽകിയാലോ എന്ന് ഹീജു ചോദിക്കുന്നു. ഹീജു അവളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നീ മാരേജിന് തലേ ദിവസം ഇനായിട്ട് ഒരു ഡീൽ വെച്ചെന്ന് പറഞ്ഞില്ലേ, അത് ഹീജുവിനെ കുറിച്ചായിരുന്നോ? സയോൻ അതിന് മറുപടിയായിട്ട് അതെ എന്ന് പറഞ്ഞ് ഇനി എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ട് ഹീജു അതിന് എൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നീ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ അതിന് ഉത്തരവും പറഞ്ഞു, ഇനി അടുത്ത ക്വസ്റ്റ്യൻ മുതൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഹീജുവിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? നീ അവളെ കിഡ്നാപ്പ് ചെയ്യുകയും ചെയ്തു, അവളെ അച്ഛനെയും കിഡ്നാപ്പ് ചെയ്തു. നിന്നെപ്പോലെ ഒരാളായിട്ട് ഹീജു കൂട്ടുകൂടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ ഈ ക്വസ്റ്റ്യൻ കേട്ട് ഹീജു അതെ എന്ന് പറയുകയും അവളുടെ അടുത്ത ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നു. ഇനയെ കല്യാണത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയാണോ നീ ഹീജുവിനെ ചോദിച്ചത് എന്നായിരുന്നു ഹീജുവിൻ്റെ ക്വസ്റ്റ്യൻ. അതെ, അത് സത്യമാണ്. ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു. അങ്ങനെ സ്വപ്നം കണ്ടുണർന്ന് ഞാൻ രാത്രി സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ എന്നെ കൂളാക്കിയിരുന്നത് അടുത്ത വീട്ടിലൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി ഡെയിലി രാത്രി സൈൻ ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അവളുടെ ആ സൈൻ ലാംഗ്വേജ് എനിക്ക് ഒരുപാട് ആശ്വാസമായിരുന്നു. പക്ഷേ അവൾക്ക് ആ വീട് ഒരു ജയിലായിരുന്നു. അവളെ ആ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ അവളെ വിവാഹം ചെയ്തിരുന്നത്. പക്ഷേ എൻ്റെ വീട് അവൾക്കൊരു പുതിയ ജയിലാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവൾ ഡിവേഴ്സിന് വേണ്ടി ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് സയോൻ പറയുന്നു. ഹീജുവിന് ഇപ്പോഴും ഡിവേഴ്സ് വേണമെന്നുണ്ടോ? അവൾക്ക് ഡിവേഴ്സ് കൊടുക്കണമെന്ന് നീയല്ലേ എപ്പോഴും പറയാറുള്ളത്, എന്നിട്ട് നീ എന്താ ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇപ്പോഴും അവൾക്ക് എൻ്റെ അടുത്തുനിന്ന് ഡിവേഴ്സ് വേണം എന്ന് സയോൻ ഇമോഷണലായിട്ട് ചോദിക്കുന്നു. അവൾക്ക് ഇനിയും അവളുടെ പ്രതീക്ഷകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല, അതുകൊണ്ടാണ് അവൾ ഡിവേഴ്സ് ആവശ്യപ്പെടുന്നത്. എല്ലാം ഒരു ദിവസം റെഡിയാകും എന്ന് വിചാരിച്ചാണ് അവൾ ഈ 3 വർഷം ജീവിച്ചത്. അതിനാണ് അവൾ ഇത്രയും കാലം കാത്തിരുന്നത്. നീ അവളെ ഒഴിവാക്കുകയാണെങ്കിൽ അവൾക്ക് ഇനി ഇത് ഓർത്ത് വിഷമിക്കേണ്ടി വരില്ല എന്നാണ് അവൾ വിചാരിക്കുന്നത് എന്ന് ഹീജു കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുന്നു. ഇത് കേട്ട് സയോൻ ഓർമ്മ വരുന്നത് രാവിലെ ഹീജു കൊടുത്ത പേപ്പറിലുള്ള സൈൻ ലാംഗ്വേജസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹീജുവിന് വേണ്ടത് ആത്മാർത്ഥതയും ശ്രദ്ധയും അണ്ടർസ്റ്റാൻഡിങ്ങും അഫെക്ഷനും ഒക്കെയാണോ എന്ന് സയോൻ ചോദിക്കുന്നു. ഇത് കേട്ട് ഹീജു നീ എന്തായി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തായി പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ എനിക്ക് ഹീജുവിന് നൽകാൻ പറ്റും. അവൾക്ക് എന്താണ് വേണ്ടത് അത് അവൾക്ക് ആവശ്യമുള്ള അത്രയും എനിക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ സയോൻ പറഞ്ഞത് കേട്ട് ഷോക്കായിട്ട് ഹീജു നിനക്കെന്ത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ? അവൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നും മരിച്ചോ എന്നും ഒന്നും നീ ഇതുവരെ ശ്രദ്ധിച്ചില്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പം എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ എന്ന് ഹീജു ചോദിക്കുന്നത് കേട്ട് കാരണം ഈ മാരേജ് ഒരിക്കലും ഹീജു ആഗ്രഹിച്ചതായിരുന്നില്ല. എന്നെങ്കിലും ഒരു ദിവസം അവളെ വിട്ടുകൊടുക്കേണ്ടി വരും എന്നോർത്താണ് ഞാൻ അവളെ ഹോസ്റ്റലിൽ താമസിപ്പിച്ചത്. സയോൻ ഇങ്ങനെ പറയുന്നത് കേട്ട് അവളെ എന്തെങ്കിലും നഷ്ടപ്പെടും എന്ന് വിചാരിച്ചാണ് സയോൻ അവളോട് ഈ ക്രൂരതയൊക്കെ കാണിച്ചത് എന്ന് ഹീജുവിന് മനസ്സിലാകുന്നു. എന്നാൽ ഹീജുവിന് വേണ്ടത് അറ്റാച്ച്മെന്റ് ആണെങ്കിൽ ഇതുവരെ ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ ആയിരിക്കില്ല ഇനി ഞാൻ അവളോട് പെരുമാറുക. എന്നാൽ നീ എനിക്കൊരു പ്രോമിസ് ചെയ്യണം, ഞങ്ങളുടെ റിലേഷനിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ
ചെയ്യുന്നെങ്കിൽ നീ ഒരിക്കലും ഇതുപോലൊരു കോള് എനിക്ക് ചെയ്യാൻ പാടില്ല. സയോൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് എന്താ പറയണ്ടേ എന്നറിയാതെ ഹീജു കോൾ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പെരുമാറ്റം പോലെ ഇരിക്കും എന്ന് പറഞ്ഞ് കോളൊക്കെ കട്ട് ചെയ്യുന്നു. അടുത്ത ദിവസം സയോന്റെ ഓഫീസിലെ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടി അവർ പ്ലാൻ ചെയ്ത പോലെ വീക്കെൻഡിൽ ട്രിപ്പ് പോകാൻ വേണ്ടിയൊക്കെ വരികയാണ്. അവരങ്ങനെ വരുന്ന വഴി താങ്ക് യു സ്പോക്സ് പേഴ്സൺ ടീം എന്ന് പറഞ്ഞ് ഒരു ഫുഡ് ട്രക്കൊക്കെ അവർ കാണുന്നു. അങ്ങനെ ആ ഫുഡ് ട്രക്കിൽ ജോലി ചെയ്യുന്ന ആളെ സയോന്റെ ടീമിലെ എല്ലാവർക്കും അവർക്ക് ആവശ്യമുള്ള ലഞ്ച് ബോക്സ് ഒക്കെ കൊടുക്കുന്നു. ഇത് കണ്ട് ഷോക്കായ കാങ് ഇതാരും അറേഞ്ച് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്നൊക്കെ വർക്കർ പറയുന്നു. അപ്പോഴാണ് അവിടേക്ക് സയോനും ദോജയും വരുന്നത്. സയോനെ കണ്ട് കാങ് സാറാണോ ഇതൊക്കെ അറേഞ്ച് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ സയോൻ അതിനുത്തരം പറയാതെ ഹീജുവിനെ നോക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ലഞ്ച് കിട്ടിയല്ലേ, ഇനി നമുക്ക് ട്രിപ്പിന് പോകാം എന്ന് പറഞ്ഞ് സയോൻ നടന്നു പോകുന്നു. എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ഷോക്കായിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ പോയതിനു ശേഷം ഹീജു ലഞ്ച് ബോക്സിലേക്ക് നോക്കുന്നു. ആ ലഞ്ച് ബോക്സിലുള്ള എല്ലാ ഫുഡും തന്നെ ഹാർട്ട് ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിരുന്നത്. സയോൻ ഹീജുവിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ലഞ്ച് ബോക്സ് ഒക്കെ ആയിരുന്നു അത്. അങ്ങനെ ഒരു ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഹീജോയുടെ അടുത്ത് അവിടെ ഒരു കൊളീഗ് വന്നിരിക്കുന്നുണ്ട്. അവൻ അവൾക്ക് കുടിക്കാൻ വേണ്ടി കോഫിയും കൊടുക്കുന്നുണ്ട്. അത് വാങ്ങി നിൽക്കുമ്പോഴാണ് സയൻ അവിടെ പന പോലെ നിൽക്കുന്നത് അവർ കാണുന്നത്. എനിക്ക് മോഷൻ സിക്നസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ സീറ്റ് ഇരിക്കണം എന്ന് സയൻ പറയുന്നത് കേട്ട് കൊളീഗ് മുമ്പിലെ സീറ്റ് ഒഴിവാണല്ലോ എന്ന് പറയുമ്പോൾ സയൻ അവൻ്റെ ബാഗ് അവിടെ വെച്ച് ഇവിടെ എൻ്റെ ബാഗ് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സാർ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് ആ കൊളീഗ് സയോന് സീറ്റ് മാറി കൊടുക്കുന്നു. അങ്ങനെ ആ കൊളീഗിനെ തള്ളി മാറ്റി സയോൻ അവിടെ ഇരിക്കുന്നു. സയോന്റെ ഈ പെരുമാറ്റമൊക്കെ കണ്ട് അത്ഭുതത്തോടെ ഹീജു സയോനെ തന്നെ നോക്കി നിൽക്കുന്നു. ഹീജുവിൻ്റെ കയ്യിൽ ആ കൊളീഗ് കൊടുത്ത് ആ കോഫി വാങ്ങി കൊളീഗിന് എറിഞ്ഞു കൊടുത്തിട്ട് വെറും വയറ്റിൽ കോഫി കൊടുക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് ഒരു ജ്യൂസിൻ്റെ ബോട്ടിൽ ഹീജുവിന് കൊടുക്കുന്നു. സാങ്വോ യൂറിൻ കൂടി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ആ ഓർഫനേജിലേക്കൊക്കെ വന്നിരിക്കുകയാണ്. മിസ്സിംഗ് ആയ കുട്ടികളുടെ ഫോട്ടോയുള്ള ആൽബം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ. അവിടെയുള്ള ആ സിസ്റ്റർ വരുന്നതിന് മുമ്പായിരുന്നു ഈ മിസ്സിംഗ് കേസൊക്കെ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും ആ സിസ്റ്ററിന് വലുതായിട്ടൊരു അറിവൊന്നുമില്ലായിരുന്നു. മിസ്സിംഗ് ആയ ആ 3 കുട്ടികളുടെ പേരും അവരുടെ ഡീറ്റെയിൽസും ഒക്കെ സാങ്വു പറയുന്നത് കേട്ട് സിസ്റ്റർ അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്, 4 കുട്ടികൾ മിസ്സായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ സിസ്റ്റർ ആ ഫോട്ടോ നോക്കി ഇവർ ട്വിൻസാണ്, ഇതിലൊരാളും കൂടി മിസ്സായിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ സമയം ആ കിഡ്നാപ്പറിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. പ്ലാൻ ചേഞ്ച് ആയിട്ടുണ്ട്, ഇന്നാണ് D-Day എന്നായിരുന്നു ആ മെസ്സേജ്. അങ്ങനെ ഇവർ ബസ്സിൽ പോകുന്ന ടൈമിൽ ഹീജു ഉറങ്ങി സയൻ ഷോൾഡറിലേക്കൊക്കെ വീഴുന്നുണ്ട്. അവരുടെ മുഖത്തേക്ക് വെയിലടിക്കുന്നത് കണ്ട് സയൻ കാർട്ടനൊക്കെ ഇടാൻ നോക്കുന്നുണ്ടെങ്കിലും അവനൊന്ന് ഇളകിയാൽ ഹീജു ഉണരും എന്നറിഞ്ഞ് അവളെ ഉണർത്താതെ അവൻ അവൻ്റെ കൈ വെച്ചൊക്കെ വെയിലിൽ നിന്നും അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ആ സമയം കാങ്ങിൻ്റെ ഫോണിലേക്ക് അവൻ്റെ വൈഫ് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. വീഡിയോ കോളിൽ കാങ് അവൻ്റെ വൈഫിനോട് കൈക്കൊണ്ട് ഹാർട്ട് സിമ്പിളൊക്കെ കാണിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കോള് കട്ടായതിനു ശേഷം സയാൻ കാങ്ങിനോട് എങ്ങനെയാ ആ സിമ്പിളൊക്കെ കാണിച്ചേ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ അവരുടെ ഡെസ്റ്റിനേഷനിലൊക്കെ എത്തി ഒരു ഗെയിം ഒക്കെ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാങ് ആണ് ഗെയിമിൻ്റെ ഇൻസ്ട്രക്ടർ. ഗെയിം കളിക്കാൻ വേണ്ടി സ്പോക്സ് പേഴ്സണിൻ്റെ ഒരു ടീമും ഇൻ്റർപ്രറ്റേഴ്സിൻ്റെ ഒരു ടീമും ആകാം എന്ന് പറയുമ്പോൾ ഹീജുവിൻ്റെ കൂടെ ഇരുന്നിരുന്ന അവരുടെ കൊളീഗ് വന്നിട്ട് നമുക്കൊരു ടീം ആകാം എന്ന് പറയുന്നു. അത് കേട്ട് ഹീജുവും കാങ്ങും അത് സമ്മതിക്കുന്നുമുണ്ട്. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന സയോൻ നമ്മളിവിടെ വന്നത് ഇൻ്റർപ്രറ്റേഴ്സുമായിട്ട് ഒരു റാപ്പോ ബിൽഡ് ചെയ്യാനല്ലേ, അപ്പോൾ ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുകയാണെങ്കിൽ അതെങ്ങനെ ശരിയാകും എന്ന് സയോൻ പറഞ്ഞത് കേട്ട് കാങ് അങ്ങനെയാണെങ്കിൽ സ്പോക്സ് പേഴ്സൺമാരും ഇൻ്റർപ്രറ്റേഴ്സും മിക്സ് ചെയ്ത് ടീമാക്കാം, സാറിന് ആരാണ് ടീം മെമ്പറായിട്ട് വേണ്ടത് എന്ന് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ സയോൻ നേരെ പോയി ഹീജുവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. അങ്ങനെ എല്ലാവരും ടീമാകുമ്പോൾ സയോൻ പ്രൈസിനെ കുറിച്ച് ചോദിക്കുന്നു. കാങ് പ്രൈസ് എന്താണെന്ന് പറഞ്ഞതിന് മുമ്പേ തന്നെ സയോൻ ജയിക്കുന്ന ടീമിന് അവരുടെ പ്രൈസ് ചൂസ് ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഗെയിം തന്നെ സ്കിപ്പിംഗ് ആയിരുന്നു. അതിൽ ആദ്യം ടീമിലെ ഒരു മെമ്പർ പോയി ചാടണം, പിന്നീട് അതിലേക്ക് മറ്റേ മെമ്പറും കൂടി ജോയിൻ ചെയ്യണം. ആദ്യം മത്സരിക്കുന്നത് ദോജയും ഒരു ടീം മെമ്പറുമാണ്. അവർക്ക് 12 പോയിന്റ് കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് സയോനും ഹീജുവുമാണ് മത്സരിക്കാൻ പോകുന്നത്. സയോൻ ഹീജുവിനോട് ഇത് കളിക്കാൻ ഒരു ട്രിക്കൊക്കെ ഉണ്ട്, ഞാൻ ആദ്യം പോകാം, ഞാൻ കളിക്കുന്ന രീതി വാച്ച് ചെയ്തിട്ട് നീ പിന്നീട് ജോയിൻ ചെയ്താൽ മതി എന്നും പറഞ്ഞ് അപാര കോൺഫിഡൻസോട് കൂടി സയോൻ കളിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ടോ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഔട്ടായിട്ട് സയോൻ തിരിച്ചു പോയിരുന്നു. ഇത് കണ്ട് ഹീജു ഇതിനായിരുന്നു ഇത്രയ്ക്ക് ബിൽഡപ്പെട്ട് പോയെ എന്ന മട്ടിൽ സയോനെ നോക്കി നിൽക്കുന്നു. അടുത്ത റൗണ്ടിലും സയോനെ ഇതേപോലത്തെ കോൺഫിഡൻസ് കണ്ടിട്ട് ഹീജു ടൈപ്പ് ചെയ്ത് കാണിക്കുകയാണ്, ആദ്യം ഞാൻ പോകാം, എന്നെ ഫോളോ ചെയ്ത് നീ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഹീജു പോകുന്നു. ഹീജു നൈസായിട്ട് ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സയോനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഹീജു അവരുടെ കൈ കൊണ്ട് ക്ലാപ്പ് ചെയ്ത് അവനെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നല്ല ഹാപ്പി. ഇതേ സമയം യൂറിയും സാങ്കുവും ഓർഫനേജിൽ നിന്ന് തിരിച്ചു വരികയാണ്. യൂറി ആ ഫോട്ടോ നോക്കിയിട്ട് നമ്മളൊരു വിക്ടിമിൻ്റെ ഫാമിലി മെമ്പറിനെ കണ്ടുപിടിച്ചല്ലോ എന്ന് പറയുമ്പോൾ അതെ, വിക്ടിമിൻ്റെ ബ്രദർ ജീവനോടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സഹോദരനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ ബ്രദർ അറിഞ്ഞിട്ടുണ്ടാകും എന്ന് സാങ്വു പറയുന്നു. കുറേ വർഷം മുമ്പ് നടന്ന ഇൻസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് അത്രയ്ക്ക് എളുപ്പമല്ല. മുന്നേ തന്നെ കൂടെ ഓർഫനേജിലുണ്ടായിരുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവരോട് കോൺടാക്ട് ചെയ്ത് ഈ ബ്രദറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കണ്ടുപിടിക്കാം എന്ന് സാങ്വു പറയുന്നു. ഇവിടെ ഇതേ സമയം അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെയറിൻ്റെ കാല് കെട്ടിയിട്ട് ഉള്ള റേസ് ആയിരുന്നു അത്. അങ്ങനെ ആ മത്സരത്തിലും സയോനും ഹീജുവും ജയിക്കുന്നു.
അവിടെയുള്ള എല്ലാവരും അവരെ കൺഗ്രാജുലേറ്റ് ചെയ്ത് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. സയോൻ ജയിച്ച സന്തോഷത്തിൽ ഹീജുവിനെ പൊക്കിയെടുത്ത് കറക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട് അവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാവരും കൂടി ഒന്നും മനസ്സിലാവാതെ ഇവരെ തന്നെ നോക്കി നിൽക്കുന്നു. പിന്നീട് ഹീജു അവനെ തട്ടുമ്പോഴാണ് അവന് ബോധം വരുന്നത്. എല്ലാവരും അവനെ തന്നെ നോക്കുന്നത് കണ്ടിട്ട് സോറി, ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയി പോയി എന്ന് അവൻ പറയുന്നു. അങ്ങനെ ഗെയിമിലെല്ലാം കൂടി സയോനും ഹീജുവുമാണ് ജയിച്ചത്. ജയിച്ച ടീമിന് പ്രൈസ് സെലക്ട് ചെയ്യാമായിരുന്നല്ലോ. സയോൻ സെലക്ട് ചെയ്ത പ്രൈസ് ഹീജുവിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുക എന്നതായിരുന്നു. ഇവർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ട് കാങ്, നിങ്ങൾ ഇപ്പം തന്നെ അടി ഉണ്ടാക്കിയോ, ഒന്ന് ചേർന്ന് നിൽക്കുക എന്നൊക്കെ പറയുന്നു. അല്ല, ഈ ഫോട്ടോ മതി എന്ന് ഉറപ്പാണോ? വേറെ പ്രൈസായിട്ട് മീറ്റ് ഉണ്ട്, റൈസ് ഉണ്ട് എന്നൊക്കെ കാങ് പറയുമ്പോൾ ഫോട്ടോ മാത്രം മതി എന്ന് സയോൻ പറയുന്നു. അവർക്ക് ഫോട്ടോയ്ക്കുള്ള പോസ്റ്റൊക്കെ കാങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഹാർട്ട് കാണിക്കാനൊക്കെ കാങ് പറയുമ്പം സയോൻ മടിച്ച് കൈ കൊണ്ട് ഒരു ഹാർട്ട് കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് ഹീജു സയോൻ ഒന്ന് നോക്കിയിട്ട് ആ ഹാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് കാങ്ങിന് നല്ല സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവരുടെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ അടുത്ത ആക്ടിവിറ്റി ഹൈക്കിംഗ് ആണ്. മല കയറി എല്ലാവരും നന്നായിട്ട് കുഴങ്ങുന്നുണ്ട്. അങ്ങനെ കാങ്ങാണെങ്കിൽ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോയാലോ എന്ന് പറയുമ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് ഗെറ്റപ്പിൽ വന്നാൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഹിമാലയം കയറാനുള്ള സ്ട്രെങ്ത് ഒക്കെ ഉണ്ടാകും എന്നും പറഞ്ഞ് ദോജ അവിടെ നിന്ന് പോവുകയാണ്. ഇത് കണ്ട് വേറൊരു കൊളീഗും നടക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ എന്തിനാ ഈ മല കയറുന്ന ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് വന്നേ എന്ന് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ പ്ലാനിങ് ആണെന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? ആ പോകുന്ന മനുഷ്യനെ കണ്ടോ, അയാളുടെ പ്ലാനാണ് ഇതൊക്കെ എന്ന് സയോനെ കാണിച്ച് കാങ്ങ് പറയുന്നു. ഹീജുവിന് നല്ല സ്റ്റാമിന ഉണ്ടല്ലോ എന്നൊരു കൊളീഗ് പറയുമ്പോൾ സ്റ്റാമിന മാത്രമോ, അവർ രണ്ടുപേരും നല്ല കെമിസ്ട്രിയും ഉണ്ട് എന്ന് വേറൊരു കൊളീഗും പറയുന്നു. ഇതൊക്കെ കേട്ട് കാങ്ങാണെങ്കിൽ ദേഷ്യം വന്നിട്ട് കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങൾ ഈ അപവാദമൊക്കെ പറയുന്നത് എന്ന് പറയുന്നു. അങ്ങനെ സയോനും ഹീജുവും കൂടി മുന്നിൽ മല കയറി പോവുകയാണ്. മല കയറാൻ വേണ്ടി സയോൻ ഹീജുവിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. നീ ഈ ടീഷർട്ട് മാത്രമാണോ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് സയോൻ അവൻ്റെ ജാക്കറ്റ് ഊരി ഹീജുവിൻ്റെ അരയിലൊക്കെ കെട്ടി കൊടുക്കുന്നു. ഈ വിയർപ്പ് മാറിയാൽ പിന്നീട് നല്ല തണുപ്പൊക്കെ വരും, അപ്പോൾ ഈ ജാക്കറ്റ് ഇട്ടാളെന്നൊക്കെ സയോൻ അവരോട് പറയുന്നു. അങ്ങനെ സയോനും ഹീജുവും മലയുടെ ടോപ്പിലേക്ക് എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ അവർ രണ്ടുപേരും നന്നായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമായിരുന്നു അവിടുത്തെ വ്യൂ കാണാൻ. അങ്ങനെ അവരുടെ ടീം മെമ്പേഴ്സൊക്കെ എത്തിയതിനു ശേഷം അവരൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ അവർ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അവിടേക്ക് 3 ടൂറിസ്റ്റുകൾ വരുന്നത്. അവർ സയോനെ കണ്ട സന്തോഷത്തിലൊക്കെയാണ്. അവരങ്ങനെ ഇവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി സയോന്റെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ നോക്കുന്നു. ഈ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ ഹീജ് പുറകിലോട്ട് വരുന്നുണ്ട്. അവളുടെ താഴെ വലിയൊരു കൊക്കയാണുള്ളത്. അത് കണ്ട് അവൾക്ക് നല്ല പേടിയും ആവുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് ആരോ അലർന്ന സൗണ്ട് കേട്ട് സയോൻ അവിടേക്ക് വരുന്നു. അവൻ്റെ ഒരു കൊളീഗായിരുന്നു അത്. ആരോ വീണു എന്ന് പറഞ്ഞാണ് അവർ കരയുന്നത്. സയോൻ പേടിച്ചുകൊണ്ട് ആരാ വീണത് എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു കൊളീഗ് ഹീജു ആണ് എന്ന് പറയുന്നു. ഇത് കേട്ട് സയോൻ ആ കൊക്കയിലേക്ക് നോക്കി ഹീജുവിൻ്റെ പേര് വിളിച്ച് അലറുന്നു. അവിടെയുള്ള എല്ലാവരും അവരുടെ ഷോക്കായി താഴേക്ക് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവിടെ ഹീജുവിനെ കണ്ടുപിടിക്കാനുള്ള പണികളൊക്കെ തുടങ്ങുന്നു. നടന്ന സംഭവമൊക്കെ കാങ് അവിടുത്തെ ഓഫീസേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഷോക്ക് വിട്ടുമാറാത്തത് കാരണം കാങ്ങിന് നന്നായിട്ട് പറയാനൊന്നും പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കയറി ദോജെ ഇപ്പോഴേ 6 മണി ആയിട്ടുണ്ട്, ഇനിയും ലേറ്റ് ആയാൽ നല്ല ഇരുടാകും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങണമെന്ന് പറയുന്നു. ഈ സമയം സയോൻ ഹീജുവിനെ തരയാനൊക്കെ പോയതായിരുന്നു. സയോൻ വന്നപാടെ ഓഫീസേഴ്സിനോട് അവിടെ ഒരു മുറിഞ്ഞ മരം ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നത് അവൾ അത് തട്ടിയിട്ടായിരിക്കും താഴേക്ക് വീണിട്ടുണ്ടാവുക, റെസ്ക്യൂ ഡോഗ്സിനെ നമുക്ക് അതിലെ വിട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ പക്ഷേ ഹീജുവിൻ്റെ ഒരു സാധനം നമ്മുടെ അടുത്തില്ല എന്ന് ഓഫീസർ പറയുന്നത് കേട്ട് സയോൻ തൻ്റെ ജാക്കറ്റ് ഒരു ഓഫീസേഴ്സിന് കൊടുത്തിട്ട് ഡോഗ്സിന് ഇത് സ്മെൽ ചെയ്യാൻ കൊടുത്താൽ മതി, എൻ്റെ ജാക്കറ്റ് അവരുടെ അടുത്തുണ്ട് എന്ന് പറയുന്നു. സയോൻ ടെൻഷൻ അടിച്ചുകൊണ്ട് ഹീജുവിൻ്റെ ഫോണിലേക്ക് ഒരുപാട് തവണ വിളിക്കുന്നുണ്ടെങ്കിലും ഒരു റെസ്പോൺസ് തന്നെയില്ല. സമയം രാത്രിയായിട്ടും അപ്പോഴും രക്ഷാപ്രവർത്തകർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹീജു ഒരു സ്ഥലത്ത് വീണ് കിടക്കുകയാണ്. അവൾ പതുക്കെ കണ്ണ് തുറക്കുമ്പോൾ അവൾ കാണുന്നത് ഫുൾ ഇരുട്ടും കുറേ മരങ്ങളും ഒക്കെയാണ്. അവൾ എങ്ങനെയൊക്കെ എഴുന്നേറ്റിരിക്കുമ്പോൾ അവൾ വീണ കാര്യം ഓർക്കുകയാണ്. സത്യത്തിൽ അവൾ വീണതല്ലായിരുന്നു, അവളെ ആരോ മനഃപൂർവ്വം തള്ളിയിട്ടതായിരുന്നു. പക്ഷെ ആരാണ് എന്ന് അവൾ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഹീജു ആരെങ്കിലും വിളിക്കാൻ വേണ്ടി അവളുടെ ഫോൺ എടുക്കുമ്പോൾ അവളുടെ ഫോൺ ഓഫായിരുന്നു. അങ്ങനെ അവൾ അവളുടെ ബാഗിൽ നിന്നും കിഡ്നാപ്പറിൻ്റെ ഫോൺ എടുക്കുന്നു. അവൾ ആ ഫോണിൽ നിന്നും ഫയർഫോഴ്സിനും ആംബുലൻസിനും ഒക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അതിലേക്കൊന്നും കോള് പോകുന്നില്ല. അപ്പോഴാണ് അവൾക്ക് ആ കിഡ്നാപ്പർ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. ഈ ഫോണിൽ നിന്നും സയോന് മാത്രമേ വിളിക്കാൻ പറ്റൂ. സയോനും റെസ്ക്യൂ ടീമിൻ്റെ കൂടെയൊക്കെ ഹീജുവിനെ തെരഞ്ഞെടുത്ത് നടക്കുന്നുണ്ട്. അവൻ്റെ ഫോണിലേക്ക് കുറേ റിപ്പോർട്ടേഴ്സിൻ്റെ കോളൊക്കെ വരുന്നുണ്ടെങ്കിലും അവനൊന്നും തന്നെ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇത് കണ്ട ഒരു ഓഫീസർ നിങ്ങൾ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ വേറൊരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്ന് സയോൻ പറയുന്നു. ഇവിടെ ഹീജു സയോൻ കൊടുത്ത ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അവൾക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്, നന്നായിട്ട് തണുക്കുന്നുമുണ്ട്. അവൾക്ക് രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കി അവൾ ആ കിഡ്നാപ്പറിൻ്റെ ഫോൺ എടുത്ത് സയോനെ വിളിക്കാൻ നിൽക്കുന്നു. ഇങ്ങനെ ആയിരിക്കുമല്ലേ ഞാൻ പിടിക്കപ്പെടാൻ പോകുന്നത്, ഞാനാണ് സയോനെ വിളിക്കുന്നത് എന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും സയോൻ എനിക്ക് തരുന്ന ശിക്ഷ, നേരത്തെ തന്നെ എല്ലാം പറഞ്ഞാൽ മതിയായിരുന്നു, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് എണ്ണം കൽപ്പിച്ച് ഹീജു സയോനെ വിളിക്കുന്നു. കോൾ എടുക്കുക എന്നും എടുക്കല്ലേ എന്നും ഹീജു ഒരേ സമയം പറയുന്നുണ്ട്. സയോൻ്റെ ഫോണിൽ കിഡ്നാപ്പറിൻ്റെ കോൾ വരുമ്പോൾ തന്നെ സയോൻ കോൾ അറ്റൻഡ് ചെയ്യുന്നു. സയോൻ അറ്റൻഡ് ചെയ്തേമ്പാട് ഹീജു എന്നാണ് വിളിക്കുന്നത്. സയോൻ അവളുടെ പേര് വിളിച്ചതിനെ കേട്ട് അവളൊന്ന് ഷോക്കാവുന്നുണ്ട്. സയോൻ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഹീജുവിന് എങ്ങനെയുണ്ട്?
എന്ന് കിഡ്നാപ്പറോട് ചോദിക്കുന്ന പോലെ സയോൺ ചോദിക്കുന്നു. ഇത് കേട്ട് ഹീജു ഞങ്ങൾ ഒരുമിച്ചാണ് എന്നാണ് അവൻ വിചാരിച്ചിട്ടുണ്ടാവുക എന്നോർത്ത് നീ അവളുടെ ഡെഡ് ബോഡി ആയി വിളിക്കാനല്ലേ പറഞ്ഞത്, ഒന്ന് എടുത്തിട്ട് പോയിക്കോ എന്ന് പറയുന്നു. സയോൻ അവളെ വിളിച്ചതിന് താങ്ക്സ് പറഞ്ഞ് അവളെ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നു. അവൾക്ക് ചുറ്റും ഫുൾ ഇരുടായതിനാൽ അവൾ അറിയില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് സയോൻ ഹീജുവിൻ്റെ ബാക്കിൽ ഞാൻ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ ഒരു പോർട്ടബിൾ ഫ്ലെയർ ഉണ്ട്, അത് കണ്ടുപിടിച്ച് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് സയോൻ പറയുന്നത് കേട്ട് ഹീജു എങ്ങനെയൊക്കെയോ വേദന സഹിച്ച് ബാക്കിൽ നിന്നും അത് തിരഞ്ഞെടുക്കുന്നു. സയോൻ ആകെ പേടിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് ഹീജുവിന് തണുക്കുന്നുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ കൊടുത്ത ജാക്കറ്റ് അവൾ യൂസ് ചെയ്തിട്ടുണ്ടാകുമോ? അവളുടെ ബാഗിൽ ഞാൻ കുടിക്കാൻ വെള്ളം വെച്ചിരുന്നു, അത് അവൾ കുടിക്കുമോ? അവൾ ഡീഹൈഡ്രേറ്റഡ് ആവാൻ പാടില്ലല്ലോ എന്നൊക്കെ സയൻ പറയുമ്പോഴാണ് അവൾ ആ ഫ്ലെയർ യൂസ് ചെയ്യുന്നു. അവൾ വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്നോർത്ത് സയൻ ഇവിടുന്ന് കരയുകയാണ്. ഈ സമയം അവൾ കൊടുത്ത സിഗ്നൽ കണ്ട സന്തോഷത്തിൽ ഞാനത് കണ്ടു എന്ന് സയൻ പറയുന്നു. വേദന സഹിക്കാൻ പറ്റാതെ അവൾ പെട്ടെന്ന് അവനോട് വരാൻ പറയുന്നത് കേട്ട് സയോൻ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, കോള് കട്ട് ചെയ്യേണ്ട, നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം അങ്ങോട്ട് എത്തും, പേടിക്കേണ്ട എന്ന് ഹീജുവിനോട് പറയുമോ എന്ന് ചോദിക്കുന്നു. എന്നൊക്കെ പറഞ്ഞ് ആ സിഗ്നൽ കണ്ട സ്ഥലത്തേക്ക് സയോൻ ഓടുകയാണ് ചെയ്യുന്നത്. ഇനി കാണിക്കുന്നത് ഹീജുവും സയോനും ആ ഫ്ലോറിൽ വീണ സീനാണ്. ഹീജുവിനോട് എനിക്കുള്ള ശരിക്കുള്ള ഫീലിങ്സ് അറിയുമോ എന്ന് സയോൻ പറയുന്ന ടൈമിലായിരുന്നല്ലോ സയോന് കാർ ഇടിക്കാൻ വന്നിരുന്നത്. അതറിയാൻ വേണ്ടി ഹീജു അവനോട് നിനക്ക് ഹീജുവിനോടുള്ള ശരിക്കുള്ള ഫീലിങ്സ് എന്താ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്തോ പറയുന്നത് കേട്ട് അവൾ അവരുടെ അടുത്തേക്ക് പോയി ശ്രദ്ധിച്ച് കേൾക്കുന്നു. എനിക്ക് അവളെ ഇഷ്ടമാണ് എന്നാണ് സയോൻ പറഞ്ഞിരുന്നത്. അവൻ്റെ വായിൽ നിന്ന് അത് കേട്ട സന്തോഷത്തിലാണ് ഹീജു അവൻ്റെ കൂടെ ഫ്ലോറിൽ കിടന്നിരുന്നത്. അങ്ങനെ ഈ സീന് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.